ഇന്ത്യൻ ജനാധിപത്യത്തിലെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ഡൽഹിയിൽ വിധിയെഴുതിയത്. രണ്ടാം UPA സർക്കാരും ഷീലാ ദീക്ഷിതും തോറ്റ അതേ കാരണങ്ങൾ കൊണ്ട് അരവിന്ദ് കെജ്രിവാളും തോറ്റിരിക്കുന്നു. ഇത് വർഗീയമായ വിധിയെഴുത്ത് എന്ന് ചുരുക്കിയാൽ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പിലും ഇതേ ജനത തന്നെ ആം ആദ്മി പാർട്ടിയെ ജയിപ്പിച്ചത് എങ്ങനെ എന്ന ചോദ്യം ഉയരും. 81.25% ഹിന്ദുക്കളുള്ള സംസ്ഥാനം 25 വർഷമായി BJPയെ അടുപ്പിക്കാതിരുന്നത് എങ്ങനെയാണ്? 15 വർഷം ഭരിച്ച ഷീലാ ദീക്ഷിതും 10 വർഷം ഭരിച്ച അരവിന്ദ് കെജ്രിവാളും പുറത്തായത് ഒരേ കാരണം കൊണ്ട്. രാഷ്ട്രീയ വിരോധം തീർക്കാൻ BJP പിടിച്ച് ജയിലിലിട്ടതാണെന്ന് തന്നെ കരുതാം. അത് കോടതിയിൽ തെളിയിച്ച് കുറ്റവിമുക്തനായി അരവിന്ദ് കെജ്രിവാളിന് മടങ്ങി വരാം. അതാണ് ഡൽഹി ജനത നൽകിയ വിധി. ഇന്ദിരാഗാന്ധി മുതൽ ജയലളിത വരെ അങ്ങനെ ജയിലിൽ പോയ ശേഷം അധികാരത്തിലേക്ക് മടങ്ങി വന്നവരാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഡൽഹിയിൽ വിധിയെഴുതിയ യഥാർത്ഥ ആം ആദ്മി. വർഗീയവൽക്കരിക്കപ്പെട്ട ഫലം എന്ന് ഈ ഡൽഹി വിധിയെ ഇനിയും ആരും വിളിക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വർഗീയവൽക്കരിക്കപ്പെട്ട സംസ്ഥാനം ഡൽഹി തന്നെയാണ്. 1951 ആദ്യ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനസംഘം 30% വോട്ടും 5 സീറ്റും നേടിയതാണ് ഡൽഹിയിൽ. രാജ്യത്തെ രണ്ടാമത്തെ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് ഡൽഹിയിൽ 24% വോട്ടേ ലഭിച്ചിരുന്നുള്ളൂ. ഒരു സീറ്റ് പോലും കിട്ടിയതുമില്ല. ഇത്ര വ്യക്തമായി BJP അനുകൂല സാഹചര്യം ഉണ്ടായിരുന്ന ഡൽഹി കഴിഞ്ഞ 25 വർഷമാണ് BJPയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. ഇതിനിടയിൽ ഡൽഹിയിലെ എല്ലാ ലോക്സഭാ സീറ്റുകളും കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും BJP ജയിക്കുകയും ചെയ്തു. ഇത്തവണ BJP തിരികെ വന്നത് ആം ആദ്മിക്ക് ബദലായി വേറൊരു പാർട്ടിയും ഇല്ലാതിരുന്നതിനാലാണ്. അതാണ് ആം ആദ്മി അഥവാ സാധാരണക്കാരന്റെ ശക്തി. പേരിലല്ല ആം ആദ്മി ഉണ്ടാകേണ്ടത്. പാർട്ടിക്ക് പിന്നിലാണ് ആം ആദ്മി അണിനിരക്കേണ്ടത്. പാർട്ടിയുടെ ചിഹ്നമായ ചൂൽ ഉണ്ടാകേണ്ടത്. അഴിമതിയെയും കെടുകാര്യസ്ഥതയെയും അടിച്ചു പുറത്താക്കാനാണ് ചൂൽ ഉപയോഗിക്കേണ്ടതും. ഇത്തവണ അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ സാധാരണക്കാർ എന്ന ആം ആദ്മി അണിനിരന്നില്ല. അതിന്റെ കാരണം സുവ്യക്തമായി പറയാം. അത് ഡൽഹി മദ്യനയ അഴിമതി തന്നെയാണ്. BJPയും കോൺഗ്രസും തമ്മിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞു വച്ചതാണ് ആ കേസ്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിൽ കിടന്നത് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ജാമ്യം നിഷേധിച്ചത് കൊണ്ടാണ്. വിധി വരും വരെ കുറ്റക്കാർ എന്ന് പറയാനാകില്ല എന്നത് ശരിയാണ്. പക്ഷേ കുറ്റാരോപിതർക്കും രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടാകാൻ പാടില്ല. അത്രയ്ക്കും സുതാര്യത പൊതുജീവിതത്തിൽ കാണിക്കണം. ഡൽഹിയിലെ ജനത ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചത് ആ ധാർമ്മികതയുടെ പതാക തന്നെയാണ്. ജയിലിൽ കിടന്ന കാലം മുഴുവൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്നയാളാണ് അരവിന്ദ് കെജ്രിവാൾ. ജയിലിന് പുറത്തിറങ്ങിയ ശേഷം അത് രാജിവെച്ചത് ധാർമ്മികതയുടെ പേരിലല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക രേഖകളും കാണുകയോ പരിശോധിക്കുകയോ ചെയ്യരുത് എന്ന കോടതി പരാമർശം കൊണ്ടാണ്. മുഖ്യമന്ത്രിയായി തുടരാൻ അതോടെ കഴിയില്ല എന്നായിരുന്നു പച്ചപ്പരമാർത്ഥം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും മൂന്നാമനായ സഞ്ജയ് സിംഗ് MP ഒരേ കേസിലെ പ്രതികളാണ്. അങ്ങനെ അതിഷി സിംഗ് മുഖ്യമന്ത്രിയായി. 4 മാസത്തിനു ശേഷം നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നയിക്കേണ്ടത് ആരായിരുന്നു? അത് അതിഷിയല്ലാതെ മറ്റാരാണ്? അവിടെ മനീഷ് സിസോദിയ മുതൽ സഞ്ജയ് സിംഗ് വരെ കെജ്രിവാളാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചു. നയിക്കുന്നത് താൻ തന്നെയായിരിക്കുമെന്ന് ദിവസവും കെജ്രിവാളും ആവർത്തിച്ചു. അതിഷി സിംഗ് ഈ തിരഞ്ഞെടുപ്പിൽ നയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നും പൂർണ്ണമായും കരുതാൻ കഴിയില്ല. അതിഷിയെ മുന്നിൽ നിർത്തി കെജ്രിവാളിനെ ഭരണം എന്നൊരു പ്രതീതി 4 മാസം കൊണ്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു നിന്ന് സ്ഥാപിക്കാൻ അതിഷിക്കും കഴിഞ്ഞില്ല. ജയിച്ച BJPക്കും തോറ്റ ആം ആദ്മി പാർട്ടിക്കും വോട്ട് വിഹിതത്തിൽ കാര്യമായ വ്യത്യാസമില്ല. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളായ ബർവേഷ് സാഹിബിന്റെയും സന്ദീപ് ദീക്ഷിതിന്റെയും മുന്നിൽ അക്ഷരാർത്ഥത്തിൽ വിയർത്തു. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും അതിഷി സിംഗിന് സംഭവിച്ചതും നമ്മൾ കണ്ടതാണ്. ഇത്രയേറെ സ്ത്രീവിരുദ്ധ മനുഷ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്ന രമേശ് ബിധൂഡിയായിരുന്നു അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി എന്ന കാര്യവും മറക്കരുത്. കാരണം പ്രിയങ്കയ്ക്കും അതുപോലെ അതിഷിക്കും ഒക്കെ എതിരെ രമേശ് ബിധൂഡിയ പറഞ്ഞ വഷളത്തരങ്ങൾ ഒന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. എന്നിട്ടും ഈ ഒരു ഭൂരിപക്ഷം ഇങ്ങനെയായെങ്കിൽ അതിന് കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ നിസ്സഹായിയായി അതിഷി നിന്ന മാസങ്ങൾ തന്നെയാണ്. അതിഷി ഭേദപ്പെട്ട MLAയും മന്ത്രിയുമായിരുന്നു. പക്ഷേ തികഞ്ഞ പരാജയമായ മുഖ്യമന്ത്രിയും വേറെ ആരുമല്ല.
മുഖ്യമന്ത്രി സ്ഥാനത്ത് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ദിവസങ്ങൾ മുഴുവൻ കെജ്രിവാളിന്റെ MLA ഓഫീസിൽ ഹാജർ വയ്ക്കുകയും അവിടെ നിന്നും പറയുന്നത് മാത്രം നടപ്പാക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയായിരുന്നു അതിഷി. ഡൽഹി സർക്കാരിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ പോലും അധ്യക്ഷ കസേരയിൽ ഇരുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അടുക്കള ഭരണമേ അതിഷിക്കുള്ളൂ എന്ന തോന്നലാണ് ഈ മാസങ്ങൾ ഉണ്ടാക്കിയത്. അടുക്കള മോശം സ്ഥലമല്ലെങ്കിലും പൂമുഖത്ത് ഞെളിഞ്ഞിരിക്കുന്ന വേറെ ആണുങ്ങളെയാണ് ജനങ്ങൾ കണ്ടത്. അവർ അതിനു നൽകിയ വോട്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ നാം കാണുന്നത്. BJP ഹിന്ദുത്വ പാർട്ടിയാണ്. BJP നിയന്ത്രിക്കുന്ന RSS ഹിന്ദു രാഷ്ട്രീയത്തിനായി വാദിക്കുന്ന സംഘടനയുമാണ്. എന്നാൽ അതിലേറെ വർഗീയമായ നീക്കങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കാണിച്ചത്. സനാതന ധർമ്മ രക്ഷാസംഘം രൂപീകരിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് എന്താണ് കാര്യം? രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് സനാതന ധർമ്മവും ഇസ്ലാമിക ധർമ്മവും ക്രൈസ്തവ ധർമ്മവും ബൗദ്ധ ധർമ്മവും ജൈന ധർമ്മവും സിഖ് ധർമ്മവും ഒക്കെ ഒരുപോലെയാണ്. അതിലേതെങ്കിലും ഒന്നിനെയോ എല്ലാത്തിനെയുമോ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരുടെ കടമയാണ്? അതൊരിക്കലും ഭരണാധികാരികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ജോലിയല്ല. ആം ആദ്മി പാർട്ടി ആ സനാതന ധർമ്മ പ്രചാരണം പ്രഖ്യാപിച്ചും പൂജാരിമാർക്ക് മാസം തോറും 12,000 രൂപ വീതം പ്രഖ്യാപിച്ചും നടത്തിയത് ജനാധിപത്യ അഴിമതി തന്നെയാണ്. വോട്ട് കിട്ടാൻ പച്ചയ്ക്ക് വർഗീയത കാണിക്കുകയാണ് ചെയ്തത്. ഹിന്ദുത്വ പാർട്ടി അപ്പുറത്തുള്ളപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഹിന്ദുത്വയ്ക്ക് വോട്ട് കിട്ടുമെന്ന് കരുതിയത് തന്നെയാണ് ഈ തിരിച്ചടിയുടെ കാരണവും. കോൺഗ്രസിനെ കുറിച്ച് നേരത്തെ മൃദു ഹിന്ദുത്വ എന്നായിരുന്നു ആരോപണം. ആം ആദ്മി പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നതും ഹിന്ദുത്വ തന്നെയായിരുന്നു. അതിനൊപ്പം അഴിമതിയുടെ കാര്യത്തിലും വ്യത്യാസമില്ല എന്നൊരു പ്രതിച്ഛായ കൂടി വന്നു. അതാണ് അധികാര നഷ്ടത്തിന്റെ കാരണം. വിഷയം അഴിമതിയാണെങ്കിൽ ഒരപ്പീലും പരിഗണിക്കാതെ വിധി എഴുതുന്നവരാണ് ഇന്ത്യൻ ജനത. ഈ മദ്യനയം മാറ്റിയപ്പോൾ നേട്ടമുണ്ടാക്കിയ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയില്ല എന്ന് സ്ഥാപിക്കാൻ ആദ്യഘട്ടത്തിൽ കെജ്രിവാളിന് കഴിഞ്ഞിരുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമായി BJP ഇടപെടലോടെ എടുത്തൊരു കേസാണ് ഇത് എന്ന് തന്നെ കരുതാം. അവിടെ സുതാര്യമായി നിഷ്കളങ്കത തെളിയിക്കാൻ കഴിയണം. കൽക്കരി കേസിലും 2G കേസിലും ഇത് നമ്മൾ കണ്ടതാണ്. അന്ന് അഴിമതി പുറത്തു കൊണ്ടുവരാൻ യത്നിച്ചയാളാണ് കെജ്രിവാൾ. സുതാര്യമാണ് ആ പ്രതിച്ഛായയെങ്കിൽ എന്തുകൊണ്ട് ജനത്തിന് വിശ്വാസമായില്ല? ആദ്യ തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഭൂരിപക്ഷം ലഭിക്കാതെ പോയപ്പോൾ 2 മാസം തികയും മുൻപ് തിരഞ്ഞെടുപ്പ് ജനത്തിന് വിട്ടുകൊടുത്ത് രാജിവെച്ചയാളാണ് കെജ്രിവാൾ. അന്ന് വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ തിരികെ വരാൻ കാരണം അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തന്നെയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കെജ്രിവാൾ പറഞ്ഞത് ജനങ്ങളുടെ കോടതി തീരുമാനിക്കുമെന്നാണ്. ജനങ്ങളുടെ കോടതി എഴുതിയ വിധി ഇങ്ങനെയാണ്. ഒരേ ഒരു ചോദ്യം ഇനി കെജ്രിവാളിനെ വേട്ടയാടും. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിരുന്നെങ്കിലോ എന്നുള്ളത്. കുറഞ്ഞത് 10 സീറ്റിലെങ്കിലും കൂടുതലായി ജയിക്കാമായിരുന്നു. അത് മതിയായിരുന്നു ഭരണം പിടിക്കാൻ. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെ എല്ലാം അഴിമതിക്കാരാക്കി പുച്ഛത്തോടെ കണ്ടിരുന്ന കെജ്രിവാളിന് നിലത്തിറങ്ങി ആലോചിക്കാനുള്ള സമയമാണ് ഇനി. ഇന്ത്യയിലെ ആം ആദ്മി നല്ല ധാർമ്മിക ശക്തിയുള്ളവരാണ്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും.